സമുദ്രത്തിലെ ചാഗോസ് ദ്വീപുകളെ ചൊല്ലി കൊമ്പുകോർത്ത് ബ്രിട്ടനും അമേരിക്കയും. ദ്വീപുകൾ മൗറീഷ്യസിന് കൈമാറാനുള്ള ബ്രിട്ടന്റെ പദ്ധതി പരസ്യമായി വിമർശിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരിക്കുകയാണ്. ദ്വീപ സമൂഹത്തിന്റെ പരമാധികാരം മൗറീഷ്യസിന് കൈമാറുന്നതും US സൈനിക താവളം സ്ഥിതി ചെയ്യുന്ന ഡീഗോ ഗാർഷ്യ ദ്വീപ് പാട്ടത്തിന് എടുക്കുന്നതുമായ കരാറിലൂടെ വലിയ തെറ്റാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ ചെയ്യുന്നതെന്നാണ് ട്രംപിന്റെ വാദം. ഡീഗോ ഗാർഷ്യ വിട്ടുകൊടുക്കരുത്. ഇറാനിൽ നിന്നുള്ള ആക്രമണത്തെ ചെറുക്കാൻ ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന ഏതൊരു സൈനിക നടപടിയിലും ഈ താവളം ഉപയോഗിക്കാമെന്നും ട്രംപ് വാദമുയർത്തി. എന്നാൽ ഇറാനെതിരായ ആക്രമണങ്ങൾക്കായി ഡീഗോ ഗാർഷ്യ ഉൾപ്പെടെയുള്ള ബ്രിട്ടീഷ് സൈനിക താവളങ്ങൾ ഉപയോഗിക്കാനുള്ള യുഎസിന്റെ ആവശ്യം തള്ളിക്കൊണ്ടാണ് ബ്രിട്ടൻ ഇതിനോട് പ്രതികരിച്ചത്. അതേസമയം ഇറാന്റെ ആണവ പദ്ധതി നിർത്തലാക്കാൻ സമ്മതിക്കാൻ അമേരിക്ക സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ പരാജയപ്പെട്ടാൽ ആക്രമണങ്ങൾ ഉണ്ടാകുമെന്ന് അവർ ഭീഷണിപ്പെടുത്തുകയും സാധ്യമായ ആക്രമണത്തിനുള്ള തയ്യാറെടുപ്പിനായി യുദ്ധക്കപ്പലുകൾ, വിമാനങ്ങൾ, മറ്റ് സൈനിക ഉപകരണങ്ങൾ എന്നിവ മേഖലയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം സ്വിറ്റ്സർലൻഡിൽ അമേരിക്കൻ ഇറാനിയൻ ചർച്ചകൾക്കിടയിൽ നടന്ന ചർച്ചകളിൽ ചില പുരോഗതി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇറാനുമായി അമേരിക്ക ഒരു കരാറിലെത്തുമോ അതോ സൈനിക നടപടി സ്വീകരിക്കുമോ എന്ന് അടുത്ത ഒരുപക്ഷെ 10 ദിവസത്തിനുള്ളിൽ ലോകം അറിയുമെന്ന് വ്യാഴാഴ്ച ട്രംപ് പറഞ്ഞു. UK ഗവൺമെന്റ് വക്താവ് പറഞ്ഞു, യുഎസും ഇറാനും തമ്മിലുള്ള ഒരു രാഷ്ട്രീയ പ്രക്രിയ നടക്കുന്നുണ്ട്, അതിനെ UK പിന്തുണയ്ക്കുന്നു. ഇറാന്റെ ആണവ പദ്ധതി സംബന്ധിച്ച് ട്രംപിന്റെ അന്ത്യശാസനത്തെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തതായും അടുത്ത ദിവസം ചാഗോസ് കരാറിനെ ആക്രമിച്ചുകൊണ്ട് ട്രംപ് പ്രസ്താവന നടത്തിയതായും ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഡീഗോ ഗാർഷ്യയിൽ നിന്നും ആരംഭിക്കാൻ സാധ്യതയുള്ള ഇറാനെതിരായ ആക്രമണങ്ങൾക്കുള്ള പെന്റഗൺ തയ്യാറെടുപ്പുകൾ, ചാഗോസ് ദ്വീപ സമൂഹത്തിലെ ഏറ്റവും വലിയ ദ്വീപായ ഈ ദ്വീപിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള പ്രസിഡന്റിന്റെ ധാരണയെ മാറ്റിയിരിക്കാമെന്ന് അകത്തുള്ളവർ വിശ്വസിക്കുന്നു. ഇറാൻ ഒരു കരാറിൽ ഏർപ്പെടേണ്ടത് തീരുമാനിച്ചാൽ വളരെ അസ്ഥിരവും അപകടകരവുമായ ഒരു ഭരണകൂടത്തിന്റെ സാധ്യതയുള്ള ആക്രമണം ഇല്ലാതാക്കാൻ അമേരിക്കയ്ക്ക് ഡീഗോ ഗാർസിയയും ഫെയർഫോർഡിലെ എയർഫീൽഡ് ലൊക്കേഷനും ഉപയോഗിക്കേണ്ടി വന്നേക്കാം എന്നും തന്റെ ട്രൂത്ത് സോഷ്യലിൽ പോസ്റ്റിൽ ട്രംപ് പരാമർശിച്ചു. കഴിഞ്ഞ വർഷം ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ US നടത്തിയ ആക്രമണങ്ങളിൽ RAF ഫെയർഫോർഡിനെയോ ഡീഗോ ഗാർസിയയെയോ ഉപയോഗിച്ചിരുന്നില്ല. ആ സമയത്ത് വാഷിംഗ്ടൺ അനുമതി തേടിയിട്ടില്ലെന്നും UKയിലെ ഒരു മുതിർന്ന പ്രതിരോധ വൃത്തം പറഞ്ഞു. ഈ വർഷം ആദ്യം ബെല്ല 1 എന്നറിയപ്പെടുന്ന രജിസ്റ്റർ ചെയ്ത ടാങ്കർ പിടിച്ചെടുക്കുന്നതിനുള്ള സൈനിക നടപടിയെ പിന്തുണയ്ക്കുന്നതിനായി US അടുത്തിടെ റാഫ് ഫെയർഫോർഡും മറ്റ് UK സൈനിക താവളങ്ങളും ഉപയോഗിച്ചു. എന്നാൽ ആ പ്രവർത്തനം UKയുടെ പൂർണ്ണ പിന്തുണയോടെയാണ് നടത്തിയത്. ആ സമയത്ത് മന്ത്രിമാർ പറഞ്ഞത് അന്താരാഷ്ട്ര നിയമപ്രകാരം പ്രവർത്തനം ന്യായീകരിക്കപ്പെടുന്നതാണെന്നാണ്. ഇറാനിലെ ഏതൊരു US സൈനിക നടപടിയെയും പിന്തുണയ്ക്കുന്നതിന് UK സർക്കാർ അന്താരാഷ്ട്ര നിയമത്തിലെ ചോദ്യങ്ങൾ പ്രയോഗിക്കാൻ സാധ്യതയുണ്ട്. ദീർഘകാലമായി നിലനിൽക്കുന്ന ഒരു കരാർ പ്രകാരം സൈനിക പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് മുൻപ് UKയുടെ ഏതെങ്കിലും പരമാധികാര സൈനിക താവളങ്ങൾ ഉപയോഗിക്കാൻ US ആദ്യം അഭ്യർത്ഥിക്കേണ്ടതുണ്ട്. അന്താരാഷ്ട്ര നിയമപ്രകാരം ആക്രമണം നടത്തുന്ന ഒരു രാജ്യത്തിനും ആ രാജ്യത്തെ പിന്തുണച്ചവർക്കും ഇടയിൽ ഒരു വ്യത്യാസവുമില്ല. കാരണം അവർക്ക് അന്താരാഷ്ട്ര തലത്തിൽ തെറ്റായ പ്രവൃത്തിയുടെ സാഹചര്യങ്ങളെക്കുറിച്ച് അറിവുണ്ടെങ്കിൽ ജനുവരിയിൽ ഇറാനെതിരായ US ആക്രമണത്തെ പിന്തുണയ്ക്കുന്നുണ്ടോ എന്ന് BBC-യുടെ പൊളിറ്റിക്കൽ എഡിറ്റർ ക്രിസ് മേസർ സർ കെയറിനോട് ചോദിച്ചു. ഇറാൻ ആണവ പ്രവർത്തനങ്ങൾ വികസിപ്പിക്കുന്നതും പ്രതിഷേധക്കാരെ കൊല്ലുന്നതും എങ്ങനെ തടയാമെന്നതിനെക്കുറിച്ച് സഖ്യകക്ഷികളുമായി സംസാരിക്കുകയാണെന്നും ആ സമയത്ത് പ്രധാനമന്ത്രി മറുപടി നൽകിയിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.